അങ്ങനെ നമ്മുടെ ആട്ടിടയന്മാർ ഈശോയെ കണ്ട് ആരാധിച്ച് സ്തുതിച്ച് തിരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ കാഴ്ചകൾ സമർപ്പിക്കാനെത്തിയത് 3 ജ്ഞാനികളായിരുന്നു. യേശുവിൻ്റെ ജനനത്തിന് അടയാളമായി അവർ കിഴക്ക് കണ്ട നക്ഷത്രത്തിൻ്റെ പൊരുളറിയാൻ നക്ഷത്രം കാണിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് ജെറുസലേമിലെത്തി. പ്രവാചകൻ എഴുതിയിരുന്നത് ഇസ്രായേലിനെ നയിക്കാനുള്ള രാജാവ് ബെത്ലഹേമിൽ ജനിക്കും എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഹെരോദേസ് രാജാവിനെ സന്ദർശിച്ച് യഹൂദന്മാരുടെ രാജാവായി ജനിച്ച യേശുക്രിസ്തുവിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഹെരോദേസ് രാജാവ് ഭയങ്കരമായി അസ്വസ്ഥനായി. യേശുവിനെ കൊല്ലണമെന്ന് തീരുമാനിച്ച് ഹെരോദേസ് രാജാവ് ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അറിഞ്ഞു. ഉണ്ണിശോയെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക എന്ന് പറഞ്ഞ് ജ്ഞാനികളെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശി കിടന്ന സ്ഥലത്തിന് മുകളിൽ നിന്ന് വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് യേശുവിൻ്റെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. പിന്നെ അവർ നിക്ഷേപപാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് പൊന്നും കുന്തിരിക്കയും മീറയും ഒക്കെ ഉണ്ണീശോയ്ക്ക് കാഴ്ച അർപ്പിച്ചു. ഹെരോദോസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അവർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഹെരോദേസ് ശിശുവിനെ വധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോവുകയാണ് ചെയ്തത്.